സ്നേഹമാണ് ഹിന്ദിയാണ് എടുക്കുന്നത്. വരും നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം അല്ലേ. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണം എക്സാമിന് എന്തായാലും ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് മക്കൾ ഇത് പഠിച്ചിട്ട് പോകണം. എന്താണത്? വർഗ് പഹേലി ബുജായേ. എൻ്റെ അമ്മേ മിസ്സേ, ഈ പേര് കേട്ടിട്ട് തന്നെ പേടിയാവുന്നു. അങ്ങനെയാണോ? ഒന്നുമില്ല. വർഗ് പഹേലി ബുജായേ എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമുക്ക് വളരെ ഇഷ്ടമുള്ളൊരു സംഭവമാണ്. എന്താണ്? ഈ ബോക്സ് ഫില്ല് ചെയ്യാനാണ്. വലിയ പേരൊക്കെ ഇട്ടുന്നുള്ളൂ. എന്താണ്? ജസ്റ്റ് ഒന്ന് ഈ ഒരു ബോക്സ് നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഫില്ല് ചെയ്ത് വിടണം. അതാണ്. ഇത് ഒരുപാട് പ്രാവശ്യം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇത് വരാറ് കേട്ടോ. അപ്പോൾ മക്കൾ എന്താണ്, ഈ ഒരു ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് നിങ്ങൾ ജാൻവറുകളുടെ പേര്, മൃഗങ്ങളുടെ പേര്, പഴങ്ങൾ, പച്ചക്കറികൾ, ഇങ്ങനെയുള്ള പേരുകൾ ഉണ്ടല്ലോ, നമ്മൾ 5ാം ക്ലാസ്സിൽ നിന്നൊക്കെ പഠിച്ച് സെറ്റാക്കിയതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. മാത്രമല്ല നമ്മുടെ യൂണിറ്റ് 1-ലില്ലേ, യൂണിറ്റ് 1-ൽ നമ്മൾ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലേ. ബന്ദർ, ബഗുല എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെയൊക്കെ പേര് എന്ത് ചെയ്യണം മക്കൾ എഴുതി പഠിച്ചു വെക്കണം. ഇതൊക്കെ എന്ത് ചോദിക്കാറുണ്ട്? നമ്മുടെ വർഗ് പഹേലിയിൽ ഫില്ല് ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള 2 ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാവേ. മക്കൾ ഇത് പഠിക്കാതെ ഒരിക്കലും പോകരുത് കേട്ടോ ഓണ പരീക്ഷയ്ക്ക്. ഓക്കെ സെറ്റ്. നോക്കിക്കേ നമുക്ക് കുറച്ച് പിക്ചേഴ്സ് ആണ് തന്നിട്ടുള്ളത്. കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ആ പിക്ചേഴ്സിൽ ആരൊക്കെയാണ് എന്നുള്ളത് മക്കൾ ആദ്യം മനസ്സിലാക്കണം. എന്നിട്ട് നോക്കിക്കേ, ദായി ഓർ എന്ന് തന്നിട്ടുണ്ട്. ദായി ഓർ എന്ന് വെച്ചാൽ എന്താണ്? റൈറ്റിലോട്ട് എന്നുള്ള അർത്ഥം കേട്ടോ. റൈറ്റിലോട്ട്, അതായത് ഈ കോളത്തിൽ നിന്ന് റൈറ്റിലോട്ട് നിങ്ങൾ എഴുതേണ്ട ആൾക്കാരെയാണ് ഇവിടെ തന്നിട്ടുള്ളത്. നീച്ചേക്ക് ഓർ എന്ന് വെച്ചാൽ എന്താണ്? താഴേക്ക്. അപ്പോൾ ഈ നമ്മുടെ തന്നിട്ടുള്ള കോളത്തിൽ നിന്ന് താഴേക്ക് എഴുതേണ്ട ആൾക്കാരാണ് എന്ത്? ഈ 2 ആൾക്കാരും. ഓക്കെ മക്കൾ, ഓരോരുത്തരായിട്ട് പറഞ്ഞേ. ഒന്നാമത് നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? ഓടക്കുഴലാണ്. ഓടക്കുഴലിന് നമ്മൾ എന്താ പറയുന്നത്? ബാസുരി എന്നാണ് ഹിന്ദിയിൽ പറയുന്നത്. പഠിച്ചു വെച്ചോണം കേട്ടോ മക്കൾ. എന്താണ്? ബാസുരി. നമ്മൾ എങ്ങോട്ട് എഴുതേണ്ടത്? ഇങ്ങോട്ട് അല്ലേ, റൈറ്റിലോട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ഫില്ല് ചെയ്തു? ബാസുരി എന്നുള്ളത് എന്ത് ചെയ്തു? ഫില്ല് ചെയ്തു. ഓക്കെ സെറ്റ്. മനസ്സിലായിട്ടുണ്ട്. അടുത്ത ആളാരാണ്? ബഗുലയാണ്. നമ്മൾ വെള്ളക്കൊക്കാണ് തന്നിട്ടുള്ളത് അല്ലേ. വെള്ളക്കൊക്കിന് നമ്മൾ ബഗുല എന്നാണ് പറയുന്നത്. അയാൾ ആരാണ്? 3ാമത്തേതാണ്. നമ്മൾ റൈറ്റിലോട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ എവിടെയാണ് എഴുതേണ്ടത്? 3 ഇവിടെ മക്കൾ കണ്ടു. എന്നിട്ട് റൈറ്റിലോട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്കാണ് എഴുതേണ്ടത്. നോക്കിക്കേ, ബഗുല എന്ന് നമ്മൾ എഴുതി കൊടുക്കുന്നു. ബഗുല എന്ന് നമ്മൾ എഴുതി കൊടുക്കുന്നു. വളരെ സിമ്പിളാണ് മക്കൾ. പഠിച്ചാൽ എഴുതാൻ പറ്റുന്ന സംഭവം മാത്രമേ എഴുതിയുള്ളൂ അല്ലേ. നോക്കിക്കേ, അടുത്ത ആരാണ്? അടുത്തത് എന്താണ്? കരടിയാണല്ലേ. കരടിക്ക് എന്താ ഹിന്ദി പറയുന്നത്? ബാലു എന്നാണ് പറയുന്നത്. ഇതൊക്കെ പഠിച്ചോണേ. എന്താണ്? ബാലു എന്നാണ് പറയുന്നത്. അപ്പം റൈറ്റിലോട്ട് തന്നെയാണ് ഇത് എഴുതേണ്ടത്. 5 എവിടെ? 5 നമ്മൾ കണ്ടുപിടിച്ചു. എന്നിട്ട് എന്താണ്? ഇങ്ങോട്ടേക്കാണ് എഴുതേണ്ടത്. അപ്പം മക്കളെ എഴുതാണ് എന്ത്? ബാലു. ബാലു എന്ന് എഴുതുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയാണ് അല്ലേ. ബാലു എന്ന് എഴുതി. യെസ്, 3 നമ്മൾ അടിപൊളിയായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത നീച്ചേക്ക് ഓർ എന്നാണ് തന്നിട്ടുള്ളത്. താഴേക്കുള്ള ആൾക്കാരെയാണ് ഇനി എഴുതേണ്ടത്. ഈ പിക്ചറിൽ ആരെയും കാണുന്നത്? നോക്കി, എന്താ കാണുന്നത്? ഇതൊരു പഴമാണ്. പഴത്തിന് നമ്മൾ എന്താ പറയുന്നത്? മക്കൾ പഠിച്ചിട്ടുള്ള സാധനമാണ്. എന്താണ്? കേല എന്നാണ് പറയുന്നത് അല്ലേ. അപ്പം താഴോട്ടാണ് എഴുതേണ്ടത്. 2 എന്ന് തന്നിട്ടുണ്ട്. ഇത് നമ്മളൊരു കെ എഴുതി കൊടുക്കേണ്ട പ്രശ്നം മാത്രമേ ഉള്ളൂ. ബാക്കി ല എവിടെയുണ്ട്? നമ്മുടെ അവിടെ തന്നെ കിട്ടിയിട്ടുണ്ട് അല്ലേ. കേല. എന്താണ്? കേല നമ്മൾ എഴുതി. ഓക്കെ, അടുത്തത് ആരാണ്? ആനയാണ്. ആനയ്ക്ക് നമ്മൾ ഹിന്ദിയിൽ എന്താ പറയുന്നത്? ഹാത്തി എന്നാണ് പറയുന്നത് അല്ലേ. അപ്പം നോക്കിക്കേ, ഇവിടെ ഹാത്തി എവിടെ എഴുതാനുള്ളത്? 4 4ൻ്റെ ഇവിടെ താഴോട്ടേക്കാണ്. നീച്ചേക്ക് ഓറാണ് എഴുതേണ്ടത്. അപ്പം നമ്മൾ എന്ത് എഴുതി? ഹാത്തി എന്ന് എഴുതി അല്ലേ. നോക്കിക്കേ, ഹാത്തി. ഓക്കെ സെറ്റ്. ഹാത്തി എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒറ്റൊരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ചെയ്തു നോക്കാം. നോക്കിക്കേ, ചില സമയം ഉണ്ടല്ലോ മക്കൾക്ക് എന്ത് ചെയ്യും? ഇതൊന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. എല്ലാ പേരുകളും ഇതേപോലെ തന്നിട്ടുണ്ടാവും, പിക്ചറുകളും തന്നിട്ടുണ്ടാവും. വെറുതെ ഇതെങ്ങനെ എഴുതിയെടുക്കേണ്ട ഒരു പ്രശ്നം മാത്രമേ വരുള്ളൂ കേട്ടോ. ഇതാവുമ്പോൾ കുറച്ചും കൂടി ഈസി ആയല്ലേ. അപ്പം ഇങ്ങനെയും ചോദിക്കും. നേരത്തെ തന്ന പോലെ നമ്മുടെ ഈ ഒരു വർഗ് പഹേലിയുടെ ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. അപ്പം എങ്ങനെ ചോദിച്ചാലും മക്കൾ എന്ത് ചെയ്യണം? എഴുതണം. അടുത്ത നോക്കിയേ, നമുക്ക് ഇത് ഫില്ല് ചെയ്യാവേ. നോക്കിക്കേ, ഒന്നാമത്തത് ആരാണ്? മച്ചലിയാണ്. മീനാണ് അല്ലേ. മച്ചലി. നോക്കിക്കേ, മച്ചലി എന്ന് ഇങ്ങനെയാണ് എഴുതുന്നത് അല്ലേ. അപ്പം സുഖമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫില്ല് ചെയ്യാം. ലി എന്ന് നമ്മൾ എഴുതുകയാണ്. ഓക്കെ സെറ്റ്. രണ്ടാമത്തത് ആരാണ്? രണ്ടാമത്തത് ബാദലാണ്. നോക്കിക്കേ, ഇവിടെ ബാദൽ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് എഴുതി? എൽ എഴുതി. ഓക്കെ സെറ്റ്. മനസ്സിലായിട്ടുണ്ട്. അടുത്തത് ആരാണ്? ഇതിനെന്താ പറയുന്നേ? മാനാണ്. മാനിന് നമ്മൾ എന്ത് പറയുന്നു? ഹിരൺ എന്നാണ് പറയുന്നത് അല്ലെ. എന്താണ്? ഹിരൺ എന്നാണ് പറയുന്നത്. ദേ ഇവിടെ ഹിരൺ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം മക്കൾ എന്ത് ചെയ്യണം? വെറുതെ അങ്ങ് എടുത്ത് എഴുതുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അല്ലേ. നോക്കിക്കേ, ഹിരൺ എന്ന് നമ്മൾ എഴുതാണ്.
എന്ന് എഴുതി, ഹിരൺ എന്ന് എഴുതി. ഇനി കുറച്ച് ആൾക്കാരും കൂടി ഉള്ളത്, 2 ആൾക്കാരും കൂടിയല്ലേ. നോക്കിക്കേ, ബാക്കി ബന്ദറും ഉണ്ട്, ഗായും ഉണ്ട്. ബന്ദർ എന്ന് നമ്മൾ ആർക്കാ പറയുന്നത്? നമ്മൾ കുരങ്ങൻകുട്ടനാണ് പറയുന്നത്. അപ്പം ബന്ദർ എന്നുള്ളത് 4ാമത്തെ കോളത്തിലാണ് നമ്മൾ എഴുതേണ്ടത്. നോക്കിക്കേ, 4ാമത്തെ. നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ബം മാത്രം എഴുതി കൊടുത്താൽ മതി അല്ലേ. ബന്ദർ. ഓക്കെ, സെറ്റ്. ഓക്കെ ആണ്. അടുത്തത് എന്താണ്? ഗായ് എന്ന് വെച്ചാൽ എന്താണ്? പശുവാണ് അല്ലേ. പശുക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ ഗായ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിക്കേ, ഗായ് എന്ന് എഴുതി കൊടുക്കുന്നു. യെസ്. അപ്പം ഇങ്ങനെ ഒരു വർഗ് പെഹേലി ബുജായെ എന്ന് പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എഴുതും അല്ലേ. ഇനി മക്കൾ തെറ്റിക്കില്ലല്ലോ. ഇത് നന്നായിട്ട് ജാൻവറിൻ്റെ പേര്, പഴങ്ങൾ, പച്ചക്കറി എല്ലാവരുടെ പേരും പഠിച്ചു വെച്ചാൽ മതി. വളരെ സൂപ്പറായിട്ട് സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ബൈ.